വെൽക്കം ബാക്ക്. കിൻ പോഷൻ്റെ 4ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് നമ്മുടെ പയ്യന്മാരെ കിസ് ചെയ്യുന്നതൊക്കെ കണ്ടായിരുന്നല്ലോ. ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് പീറ്ററും പോഷയും കൂടെ ഒരേ കട്ടിലയിൽ കിടക്കുന്നതാണ്. രണ്ടുപേരും എന്തോ തിന്നുന്നണക്ക് അടുത്തേക്ക് വന്നിട്ട് പോഷെ പീറ്റിനെ കിസ് ചെയ്യേണ്ടതായിരുന്നു. ജസ്റ്റ് മിസ്സിന് പീറ്റ് എണീറ്റ് പോഷയ്ക്ക് നല്ലൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. നീ എന്തിനാണ് എൻ്റെ കട്ടിലെ വന്ന് കടന്നേന്നാണ് പീറ്റ് ചോദിക്കുന്നത്. പോഷയ്ക്കാണെങ്കിൽ ഒരു കാര്യം ഓർമ്മയില്ല. ഇന്നലെ ഏതോ ഒരു റിവറിന്റെ സൈഡിൽ പോയിരുന്നും അതുപോലെ ആരെയോ കിസ് ചെയ്തു എന്ന് മാത്രമാണ് അവൻ ഓർമ്മയുള്ളത്. അതാരാണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. പീറ്റാണെങ്കിൽ ഇരുന്ന് ടീസ് ചെയ്തുകൊണ്ടിരിക്കാണ്. ഇവൻ ഇങ്ങനെ ഒരു പിടുത്തം ഇല്ലെങ്കിലും നമ്മുടെ കിന്നിന് ഇന്നലെ കിസ് ചെയ്തൊക്കെ നല്ല ഓർമ്മയുണ്ട്. ആളതിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പോഷെ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് ലാമ്പ് കത്തിച്ചുകൊണ്ടിരിക്കാണ്. പക്ഷെ അത് കത്തുന്നില്ല. അപ്പോഴാണ് വേറെ ആരോ വന്നിട്ട് കത്തിക്കുന്നത്. നോക്കുമ്പം വേഗാസ് ആണ്. വേഗാസിന്റെ അടുത്ത് ഇപ്പൊ ചെയ്തു തന്നതിന് താങ്ക്സ് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവൻ ചെയ്തതിന് സോറി ചോദിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല, അവനിട്ട് ഒരെണ്ണം കൊടുക്കണമെന്ന് ഞാനും ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കാറുള്ളതാണെന്ന് വേഗാസ്. രണ്ടുപേരും കൂടെ ചിരിച്ച് ഭയങ്കര കമ്പനിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കിന്നും കാണുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിലാണ് നമ്മൾ കാണുന്നത്. കിന്ന ഭയങ്കര കാര്യമായിട്ട് ആരോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് പോഷയും വരുന്നുണ്ട്. എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പം സോറി ഞാൻ ശല്യപ്പെടുത്തിയോന്ന് ചോദിക്കുകയാണ്. പോഷയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. നല്ല ഫണ്ണായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് പോഷയ്ക്ക് മനസ്സിലാവുന്നത് വേഗാസിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. എന്തായാലും ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ മൈനർ ഫാമിലിന്റെ അടുത്ത് അധികം സംസാരിക്കാൻ പാടില്ലെന്ന് നിന്റെ അടുത്ത് ആരും പറഞ്ഞു തന്നിട്ടില്ലേന്ന് കിന്നെ ചോദിക്കുകയാണ്. അതെന്തിനിപ്പം അങ്ങനെ? അല്ലേ തന്നെ എനിക്ക് ഈ ഫാമിലിന്റെ കാര്യമൊന്നും അറിയത്തില്ല. എൻ്റെ അടുത്ത് ഒരാൾ നന്നായിട്ട് സംസാരിക്കുമ്പം ഞാനും തിരിച്ച് നന്നായിട്ട് സംസാരിക്കേണ്ടേന്ന് ചോദിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത് ഇതിൽ കൂടുതൽ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. കിന്നാണെങ്കിൽ ഇന്നലെ നടന്ന കാര്യം അത് നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. അഫ്കോഴ്സ് അതെപ്പോഴും നടക്കുന്നതല്ലേ എന്ന് പോഷെ. എന്തോന്ന് എപ്പോഴും നടക്കുന്നതോ? ആ അതെ എന്നൊക്കെ പോഷെ അറിയുമ്പം കിന്നാണെങ്കിൽ ആകെപ്പെടെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. പിന്നെയാണ് മനസ്സിലാവുന്നത് പോഷെ ഡ്രിങ്ക്സിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. വേറൊരു സംഭവം എന്നൊക്കെ പറഞ്ഞ് കിന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പോഷയ്ക്ക് ഒരു തേങ്ങയെ മനസ്സിലാവുന്നില്ല. ഒന്നുമില്ലേലും ഇന്നലെ കിസ് ചെയ്തു എന്നുള്ള കാര്യമെങ്കിലും ഓർമ്മ വരണ്ടേ? അതുപോലും ഇല്ല. കിന്നെങ്ങനെയെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും തൻകുൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോള് വന്ന് വിളിക്കുവാണ്. അങ്ങനെ പോളും നമ്മുടെ കുപ്പിയും പോഷയും കൂടെ തൻകുനെ കടത്തിയിരുന്ന സ്ഥലത്തേക്ക് പോയി നോക്കുമ്പം തൻകുനെ കാണുന്നില്ല. ഇവരാണെങ്കിൽ ആകെപ്പെടെ പേടിച്ച് പോയിട്ട് അവിടെ മൊത്തം തപ്പുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പോളാണെങ്കിൽ പോയിട്ട് ഒരു സ്ഥലത്ത് ചവിട്ടുമ്പം കാറിക്കൊണ്ട് തൻകുനെ എണീക്കുകയാണ്. ആളവിടെ പുതപ്പും വെച്ച് താഴെ കിടക്കുമായിരുന്നു. ഇതറിയാണ്ടാണ് ഇവന്മാരെ തപ്പി നടന്നത്. അങ്ങനെ ഒരു വിധത്തിൽ തൻകുനെ എണീപ്പിച്ച് സോഫയെ കിടത്തുന്നുണ്ട്. തൻകുനാണെങ്കിൽ തലവേദന എടുത്തിട്ടുമല്ല, ഇനിയിപ്പോൾ വല്ല പ്രേതവും കൂടിയോ എൻ്റെ മീത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആകെപ്പെടെ പേടിച്ചിരിക്കുകയാണ്. ഇതാണ് ഹാങ് ഓവർ എന്ന് പോഷയെ പറയുന്നുണ്ട്. മരുന്ന് കഴിച്ചാൽ ശരിയാവും എന്ന്. നിന്നെ വിശ്വസിച്ചത് എപ്പോഴാണോ അപ്പോഴൊക്കെ എനിക്ക് ഓരോ പണി കിട്ടിയതേ ഉള്ളൂ. നിന്നെ ഒന്ന് വിശ്വസിക്കാൻ എനിക്ക് നേരെ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് തൻകുൻ സ്പായിലേക്ക് കൊണ്ടുപോകാൻ പറയാണ്. ഇവന് ഹാപ്പി ആയിട്ട് ഡ്രസ്സ് കഴിക്കാൻ നോക്കുമ്പം എന്തുവാണ് നീ കാണിക്കുന്നത്? വീടിന്റെ താഴത്തെ ഫ്ലോറിൽ തന്നെ അതുള്ളത് എന്ന് തൻകുൻ. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പോഷ അറിയുന്നത്. അങ്ങനെ തൻകുനെ കൊണ്ടുപോയിട്ട് സ്പായിലാക്കിയിട്ടുണ്ട്. ആളാണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരിക്കാണ്. ഇതിന്റെ ഇടയ്ക്ക് അവിടുത്തെ ആന്റീൻ്റെ അടുത്ത് പോഷ പറയാണ് തൻകുൻ ഉറങ്ങുന്നതിന് മുന്നേ ഞങ്ങളെയും കൂടെ മസാജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. ഇവിടെ എന്തുകൂടെ പറയുന്നത് നിർത്തുന്ന് പോളും കുപ്പിയും പറയുന്നുണ്ടെങ്കിലും പോഷയുണ്ടോ കേൾക്കുന്നു. സോനയില് പോയിട്ട് വെയിറ്റ് ചെയ്യുക, തൻകുനെ മസാജ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് ആൻറ്റിയും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പം അവന്മാർക്കും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഒൻസണിലേക്ക് പോകാമെന്ന് ചോദിച്ചിരിക്കുവാണ്. ഇല്ലില്ല ഞാൻ സോനയിലാണ് പോകുന്നത്, ഇല്ലെങ്കിൽ കൈ കുറച്ചും കൂടെ പണിയാവുമെന്ന് പറയാണ്. സോനയിലേക്ക് എങ്ങനെയാ പോകണ്ടേന്ന് വഴി ചോദിക്കുമ്പോഴാണെങ്കിൽ ഇവന്മാര് റൈറ്റിലേക്ക് പോയിട്ട് ലെഫ്റ്റിലേക്ക് പോയിട്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ആകെപ്പെടാൻ കുഴപ്പമിടാണ്. പിന്നെ ചോദിച്ച പൊക്കളാന്ന് പറഞ്ഞിട്ട് ചെക്കൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പം ആള് സോനയില് ഇരുന്നോണ്ടിരിക്കാണ്. നല്ല സുഗന്ധം പറഞ്ഞിരിക്കുമ്പം അങ്ങോട്ടേക്ക് കിന്നു വരുന്നുണ്ട്. അത്രയ്ക്കൊക്കെ സുഖമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ചാടി എണീറ്റ് അത് പിന്നെ ഞാൻ തൻകുന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാനാ വന്നേന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പം ഇവിടെ ഇരിക്കുക എനിക്കൊരു കമ്പനി ആയല്ലോ എന്ന് കിന്ന് ഉറപ്പാണോന്ന് ചോദിച്ചാൽ നമ്മുടെ ചെക്കനോട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ചെയ്യുമ്പം പോഷനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് കിന്നെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ ചൂട് താങ്ങാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ പൊക്കോളാൻ. പോഷയ്ക്കാണെങ്കിൽ ചൂടെടുത്തിട്ട് മേല, എന്നാലും പിന്നില്ലാതെ ഞാൻ ആരാന്നാ നിന്റെ വിചാരം എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാതെ ആദ്യം എൻ്റെ ടാറ്റു നോക്കുമെന്ന് പറഞ്ഞ് പുറത്തുള്ള ടാറ്റു ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു ഫീനിക്സ് ആണ്. പണ്ട് പോഷേൻ്റെ അമ്മ ഫീനിക്സിനെ കുറിച്ച് ഒരുപാട് പറയുമായിരുന്നു. അതിന് ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ബേർഡാണല്ലോ.
പോർച്ചെ ഡിഗ്രി കഴിയുന്നവരെയും നീ മരിക്കരുത് എന്ന് പോഷേന്റെ അമ്മ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യമൊക്കെ കിന്നിന്റെ അടുത്ത് പറയുവാണ്. ഫീനിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ K-ഡ്രാമ C-ഡ്രാമ ഫാൻസിനൊക്കെ ഉറപ്പായിട്ടും അറിയാവുന്ന ഒരു പക്ഷിയാണ് ഇത്. ചിതയിൽ നിന്നും ചാരത്തിൽ നിന്നും പോലെ എണീറ്റ് വരുന്ന പക്ഷിയാണ് ഫീനിക്സ് എന്ന് പറയുന്നത്. അതൊരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു പക്ഷിയാണ്. അറേബ്യൻ മിത്തിക്കൽ അനുസരിച്ച് അതൊരു 5-6 നൂറ്റാണ്ട് വരെയൊക്കെ ജീവിച്ചിരുന്ന പക്ഷിയാണ്. അതായത് മരണത്തെ പോലും ചെറുക്കുന്ന പക്ഷി. ചൈനീസ് മിത്തിലാണ് കൂടുതലായിട്ട് ഈ ഒരു ഫീനിക്സിനെ കുറിച്ച് പറയാറുള്ളത്. അതേപോലെ ഇന്ത്യയിലെ മിത്ത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ രാമായണത്തിലെ ഗരുഡനാണ് ഇവിടുത്തെ ഫീനിക്സ് ആയിട്ട് വരിക. നിങ്ങളുടെ മിക്കവർക്കും ഇതറിയായിരിക്കും. പക്ഷെ അറിയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയൊരു ഇൻഫർമേഷൻ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. തിരിച്ച സ്റ്റോറിയിലേക്ക് വരുമ്പം ഇവിടെ നമ്മുടെ കിന്ന് പോഷേൻ്റെ അടുത്ത് ചോദിക്കാണ് അനിയൻ എങ്ങനെ ഇരിക്കുന്നു എന്ന്. അവന് സുഖമായിരിക്കും, ഞാനില്ലാത്തോണ്ട് ഗെയിം കളിച്ചിരിക്കായിരിക്കും എന്ന് പോഷെ. തിരിച്ച് കിന്നിന്റെ അനിയനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവന് ഉള്ളതില്ലാത്തെല്ലാം കണക്കാണ്, കണ്ടിട്ട് തന്നെ ഒരുപാടായെന്ന് കിന്ന്. ഇതും പറഞ്ഞാൽ നേരെ പോയിട്ട് കുറച്ചും കൂടെ ചൂട് കൂട്ടിയിടുവാണ്. ഇത് തന്നെ പോരേന്ന് പോഷെ ചോദിക്കുന്നുണ്ട്. എന്താ താങ്ങാൻ പറ്റൂലേന്ന് കിന്ന്. ഇവന് ഭയങ്കര അഭിമാനം കൂടുതലല്ലേ, പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. നീ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പം നിന്റെ ഗേൾ ഫ്രണ്ട് ദേഷ്യപ്പെടത്തില്ലേന്ന് കിന്നെ ചോദിക്കാണ്. പോഷയ്ക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന അടവ് നോക്കിയേ. അതിന് ഞാൻ സിംഗിൾ അല്ലേ, അല്ലെങ്കിലും സിംഗിൾ ആയിട്ടിരിക്കുന്നതാണ് നല്ലത് എന്ന് പോഷെ. അല്ല നീ എപ്പോഴാണ് ഒരു പെണ്ണിനെ സെറ്റാക്കാൻ പോകുന്നതെന്ന് ചോദിക്കാണ്. നിനക്കെങ്ങനെ അറിയാന്ന് കിന്നെ ചോദിക്കുമ്പം കുറെ കാലമായിട്ട് ഞാൻ ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നത്, ഒരു പെണ്ണിന്റെ കൂടെയും നിന്നെ കണ്ടിട്ടേ ഇല്ല, കാണാനൊക്കെ കൊള്ളാലോ, പിന്നെന്താ കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോഷെ നിൽക്കുന്നത്. കുറച്ചേരം അങ്ങനെ നോക്കിയിട്ട് കിന്നെ ചോദിക്കുന്നുണ്ട് നീ ഒരു പെണ്ണായിരുന്നെങ്കിൽ എന്നെ പോലെ ഒരു പയ്യനെ ഇഷ്ടപ്പെടുമെന്ന്. പോഷെ ആൻസർ പറയാൻ വേണ്ടിയിട്ട് കിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. പോഷെ ആണെങ്കിൽ കുറെ നേരമായിട്ട് കിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. രണ്ടുപേരും കുറച്ചു നേരമായിട്ട് ഭയങ്കര കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കാണ്. പോഷെ ആണെങ്കിൽ കിസ് ചെയ്യാനെന്നോണം അടുത്തേക്ക് ഇരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ബോധം കെട്ട് കിന്നിന്റെ മടിയിലേക്ക് എന്നെ വീഴുവാണ്. ഇതും കണ്ട് ചിരിച്ചോണ്ട് കിന്ന അവിടെ ഇരിക്കുന്നു. അടുത്ത സീനില് നമ്മൾ നോക്കുമ്പം പീറ്റ്, കുപ്പി, പോൾ അടക്കം എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. പോഷയ്ക്കാണെങ്കിൽ അപ്പോഴും ബോധമൊന്നും തെളിഞ്ഞിട്ടില്ല. ഇവന്മാരാണെങ്കിൽ ഭയങ്കരമായിട്ട് ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചൂട് കൂടിപ്പോയപ്പോഴേക്കും ഇങ്ങനെ ബോധം കെട്ടുപോയതിന് എന്തൊക്കെ വീരവാദം മുഴക്കുന്ന ആളാ. എല്ലാം കൂടെ ചുറ്റു വരുന്ന പോഷേനെ കളിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വേഗാസ് വരുന്നത്. ഞാനും കൂടെ നിങ്ങളുടെ ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. പീറ്റ് പറയുന്നുണ്ട് കിന്നും തൻകനും അപ്പുറത്താണ് ഇരിക്കുന്നേന്ന്, പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നേന്ന് പീറ്റിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് വേഗാസ് പറയാണ്. വലിയ ആൾക്കാരുടെ അടുത്ത് പറ്റത്തില്ലെന്ന് പറയാൻ ഇവർക്കും പറ്റത്തില്ലല്ലോ, സോ അവിടെ ഇരുത്തുന്നുണ്ട്. ഞാനും ഇവിടെ ഇരുന്നാ കഴിക്കുന്നേന്നും പറഞ്ഞ് കിന്നും അവിടെ വന്നിരിക്കുന്നുണ്ട്. ഈ സമയത്ത് വേഗാസ് ആണെങ്കിൽ കിന്നിനെ ഒരുമാതിരി ദേഷ്യപ്പെടുത്തുന്ന കണക്ക് സംസാരിക്കുന്നുണ്ട്. ഒരുമാതിരി കുത്തി കുത്തി സംസാരിക്കുവാണ്. അതും പോരാണ്ട് പോഷയ്ക്ക് ഫുഡ് എടുത്തു കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കാണ് ഇവിടെ നിനക്ക് നിൽക്കാൻ പറ്റുന്നില്ലെന്നല്ലേ പറഞ്ഞത്, എന്റെ സ്ഥലത്തേക്ക് വരുന്നോ, എന്റെ ബോഡി ഗാർഡ് ഇപ്പം കിറ്റ് ചെയ്തിട്ട് പോയതേ ഉള്ളൂന്ന്. വേഗാസ് പോഷേന്റെ അടുത്ത് വരുന്നോന്ന് ചോദിച്ച് തീർക്കുമ്പോഴേക്കും തന്നെ കിന്നു പറയുന്നുണ്ട് ഇല്ലെന്ന്. വേഗാസ് ആണെങ്കിൽ പിന്നെയും വെറുതെ ഇരുന്ന് ചൊറിയുന്ന കണക്കാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അവന്റെ മണ്ടയ്ക്ക് തന്നെ പ്ലേറ്റ് വെച്ച് ആരോ അടിക്കുന്നുണ്ട്. നോക്കുമ്പം തൻകുനാണ്. നിന്റെ അടുത്ത് ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, എന്തിനാ ഇവിടെ ഇരുന്ന് കഴിച്ചതെന്ന് പറഞ്ഞ് ഒച്ചയെടുത്ത് അവനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഇവൻ ഇവിടെ ഇരുന്ന സ്ഥിതിക്ക് ഞാൻ ഇനി കഴിക്കുന്നില്ലെന്നും പറഞ്ഞ് പോവാണ്. പീറ്റർ പുറകെ തന്നെ പോകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെയും പുറകെ തന്നെ പറഞ്ഞു വിടുന്നുണ്ട്. പോഷേന്റെ അടുത്തേക്ക് മുടിയാൻ വന്നിട്ട് ഒരുമാതിരി കളിയാക്കുന്നതൊക്കെ ചോദിക്കാണ് തൻകുന്റെ കൂടെ സീരിയസ് കാണുന്നില്ലേന്ന്. ഇല്ല, ഞാനിന്ന് കിന്നിന്റെ കൂടെ സോനയെ പോയായിരുന്നു എന്ന് പോഷ പറയുമ്പം അവനാണെങ്കിൽ ആകെപ്പെടെ ഷോക്കായി പോവാണ്. നീ ഷോക്കാന്നൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നിന്നെ ഇതുവരെ കിന്നെ കൂട്ടിയിട്ടില്ലെന്ന് തോന്നല്ലോ. സാരില്ലെന്നും പറഞ്ഞ് തിരിച്ച് പോഷയെ നന്നായിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പൊ നീ കിന്നിന്റെ ഫേവറേറ്റ് ആണെന്ന് തോന്നല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ, ഈ പാഴ്സല് കിന്നിന്റെ റൂമിൽ വെച്ചേക്ക്, ഡോറ് തുറന്നില്ലെങ്കിൽ നേരെ അകത്ത് കയറിക്കോ, ചിലപ്പോൾ ആള് കുളിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് വിടുവാണ്. പോഷയാണെങ്കിൽ ആദ്യമായിട്ടാണ് കിന്നിന്റെ റൂമിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു. ആളവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന് കാണുവാണ്. ബെഡിലൊക്കെ ഇരുന്ന് ഭയങ്കരമായിട്ട് ആസ്വദിക്കുമ്പോഴാണ് കിന്നിന്റെ മറ്റേ ലൈൻ ഉണ്ടല്ലോ, ലൈനല്ല ബെഡ് ഫ്രണ്ട്, ആ പയ്യനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അതും റൊമാൻസ് ചെയ്തോണ്ട് പോഷയാണെങ്കിൽ കർട്ടന്റെ പുറകിലായിട്ട് മറിഞ്ഞു നിന്ന് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പയ്യൻ ലിപ്സിലേക്ക് കിസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും കിന്ന് അതിന് സമ്മതിക്കുന്നില്ല. ഇതുവരേക്കും സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഇവരെ റൊമാൻസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇന്ന് ഫുൾ വ്യൂ ആസ്വദിക്കാന്നും പറഞ്ഞ് കർട്ടൻ അങ്ങ് തുറക്കാണ്. നോക്കുമ്പോ അവിടെ പോഷെ ഇവരും ഞെട്ടിപ്പോന്നുണ്ട്, അവനും ഞെട്ടിപ്പോന്നുണ്ട്. ഒരു ഹായും പറഞ്ഞ് വലിച്ച ചിരിയും ചിരിച്ച് ആ പാഴ്സൽ അവിടെ എടുത്തു വെച്ചിട്ട് പോവാണ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോന്നും പറഞ്ഞ്. പോഷെ പുറത്തേക്ക് വരുമ്പം അവിടെ മുടിയെ നിൽക്കുന്നുണ്ട്. എന്താ ഷോക്കായി പോയോന്ന് ചോദിക്കാണ്.
അതേന്നും പറഞ്ഞ പോഷയും സംസാരിക്കുന്നുണ്ട്. നിനക്കിത് ഓൾറെഡി അറിയാമെങ്കിൽ എന്തിനാ എൻ്റെ അടുത്ത് അവിടെ പോകാൻ പറഞ്ഞത് എന്നും ചോദിച്ചു. കിന്നൊരു ഗേ ആണ് എന്നുള്ള കാര്യം പോഷയ്ക്ക് അറിയത്തില്ല. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മുടിയൻ ഇപ്പൊ പോഷയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അവൻ അക്കാര്യത്തിലാ ഷോക്കാവെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇവൻ ഇക്കാര്യത്തിലാ ഷോക്കായി എന്ന് പറഞ്ഞപ്പം അവനാണെങ്കിൽ ഒരുമാതിരി നാണക്കേടായി പോവാണ്. കിന്ന ഗേ ആണെന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇമാതിരി പരിപാടി കാണിച്ചതെന്നറിയുമ്പം നന്നായിട്ട് മുടിയനെ പറയുന്നുണ്ട്. നീ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നത്, ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് അവനെ വഴക്ക് പറഞ്ഞിട്ട് പോഷ അവിടെ പോവാണ്. ഗേ ആയിട്ടിരിക്കുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ലെന്ന്. ഇവരിങ്ങനെ സംസാരിച്ച് നിന്നതൊക്കെ നമ്മുടെ കിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നു. അവനും പോഷ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഹാപ്പി ആവുന്നുണ്ട്. എന്തേലും കാര്യം അറിയണമെങ്കിൽ പോഷ നേരെ ആദ്യം പീറ്റിന്റെ അടുത്തേക്കല്ലേ പോവാ. ഇപ്രാവശ്യം കൂടി തന്നെയാണ് പോകുന്നത്. നിനക്കിതൊക്കെ അറിയാമെന്നാ ഞാൻ വിചാരിച്ചിരുന്നേന്നൊക്കെ പീറ്റൻ സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കാണ് പോഷയ്ക്ക് കഴിഞ്ഞ ദിവസം കിന്നിനെ കിസ് ചെയ്തത് ഓർമ്മ വരുന്നത്. ഇതോർത്ത് ഷോക്കായിട്ട് എടാ പരസ്പരം ഇഷ്ടപ്പെടാത്തവര് കിസ് ചെയ്യോന്ന് ചോദിക്കാണ്. പീറ്റാണെങ്കിൽ ഒരുമാതിരി കണ്ണ് ചിമ്മിയിട്ട് എന്താ നിനക്ക് എന്നെ കിസ് ചെയ്യണോന്ന് ചോദിക്കാണ്. പോഷന്റെ അടുത്ത് അടി ഇട്ടാത്തത് ഭാഗ്യം. ഇല്ലടാ കിസ് ചെയ്യത്തൊന്നും ഇല്ലെന്ന് പീറ്റ പിന്നെ പറയുന്നുണ്ട്. ഈ ഒരു സീൻ ഇവിടെ കട്ട് ചെയ്ത് നമ്മുടെ പോഷെ പോണെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോളേജാണ് കാണിക്കുന്നത്. അവിടെ ഇതേപോലെ കോളേജ് കാണാൻ വന്ന കുറെ സ്കൂൾ പിള്ളേരുണ്ട്. അവരുടെ മുന്നിൽ നിന്ന് ഒരു പയ്യൻ പാട്ട് പാടുന്നുണ്ട്. ഈ പയ്യനാണ് നമ്മുടെ കിന്നിന്റെ അനിയൻ, പേര് കിം. ആളൊരു സിംഗറാണ്. നമ്മുടെ പോർച്ചയ്ക്കാണെങ്കിൽ കിമ്മിനെ ഭയങ്കര ഇഷ്ടമാണ്. കിമ്മ കാരണമാണ് ഈ ഒരു കോളേജിൽ തന്നെ വന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പോലും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കപ്പിള്. 4ാമത്തെ എപ്പിസോഡിലാണ് ഇവരെ ഒന്ന് കാണിച്ചത്. പ്രത്യേകിച്ച് കിമ്മിനെ ഇപ്പോഴാണ് കാണിക്കുന്നത്. കിമ്മ ഒരു പാട്ട് പാടുന്നുണ്ട്. പോഷയും അവിടെയുള്ള എല്ലാ പിള്ളേരും ഭയങ്കര കാര്യമായിട്ട് അത് ആസ്വദിച്ച് കേൾക്കുന്നുണ്ട്. പാട്ടൊക്കെ പാടിയതിന് ശേഷം കിമ്മ ജസ്റ്റ് ഒരു കോട്ട് പോലെ ഒരു ചെറിയൊരു പ്രസംഗം പോലെ പറയാണ്. അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റ് ഇവർക്ക് 3 ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം പറയുന്നവർക്ക് ടീഷർട്ടിൽ സൈൻ ചെയ്ത് കിമ്മ കൊടുക്കുന്ന പറയാണ്. അപ്പൊ അവിടെ ഒരു ഗുണ്ടായിട്ടുള്ള പയ്യൻ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിമ്മിന്റെ ആദ്യത്തെ സോങ് ഏതായിരുന്നു എന്നാണ്. അതിന് ആ ഗുണ്ട് പയ്യൻ തന്നെയാണ് ആൻസർ പറയുന്നത്. 2ാമത്തെ ചോദ്യം കിമ്മിന്റെ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ സോങ് ഏതാണെന്നാണ്. അതിന് വേറൊരാള് പറയുന്നുണ്ട്. ഇതിനൊക്കെ പോഷ കൈപൊക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരാണ് വിളിച്ചത്. അങ്ങനെ 3ാമത്തെ ക്വസ്റ്റ്യൻ ഏത് വീഡിയോയിലാണ് അല്ലെങ്കിൽ ഏത് സോങ്ങിലാണ് പൂച്ചയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് എന്നാണ്. പൂച്ചനെ കാണിക്കുന്നത് ഏത് സോങ്ങിലാണെന്ന്. പോഷ അപ്പോഴും കൈപൊക്കുന്നുണ്ട്. പക്ഷെ വേറൊരു പെണ്ണിന്റെ അടുത്താണ് ആദ്യം ചോദിക്കുന്നത്. ആ പെണ്ണും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സെക്കൻഡ് കൈവക്കിയിട്ട് പറയാണ് 1 3 പാട്ടില് ഉണ്ട് എന്ന്. ഒരെണ്ണത്തില് കാർട്ടൂൺ പോലെ വരെ ഉണ്ട്. അത് വരെ പറയാണ്. ഇതൊക്കെ കണ്ടിട്ട് കിമ്മാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി പോയിട്ട് കൈ വരെ തട്ടുന്നുണ്ട്. കിമ്മിന്റെ ഭയങ്കര ഫാനാണെന്ന് പറഞ്ഞാൽ ആ ഒരു ഗുണ്ടുപയ്യനാണെങ്കിൽ ഞാനും കിമ്മിന്റെ വലിയ ഫാനാണ്, പക്ഷെ എനിക്കിതൊന്നും അറിയത്തില്ലെന്നും പറഞ്ഞ് കുശുമ്പൂത്തി കണക്ക് അവിടുന്ന് പോകുന്നുണ്ട്. പോച്ചയ്ക്കും ഭയങ്കര ഹാപ്പി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സൈൻ ചെയ്ത ടീഷർട്ട് ആദ്യം കൈവക്കിയ 3 പേർക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പോച്ചയും ഫ്രണ്ടും കൂടെ വരുന്നത്. 3 ടീഷർട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആ ഹോസ്റ്റ് ചെയ്ത പയ്യൻ പറയുമ്പം ഓക്കെ സോറി എന്നും പറഞ്ഞ് പോഷ അവിടെ പോവാൻ നിൽക്കുവാണ്. നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടീഷർട്ടിൽ സൈൻ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തു തരാന്ന് പറയാണ്. നമ്മുടെ കൊച്ചാണെങ്കിൽ ചോദിക്കുന്നത് എനിക്ക് കോളേജിൽ വന്ന് പഠിക്കണം എന്നാണ് ആഗ്രഹം. ഞാൻ അഥവാ ഇവിടെ പഠിക്കാൻ വരുവാണെങ്കിൽ ഗിറ്റാർ പഠിപ്പിച്ചു തരുമെന്നാണ്. കിമ്മ സൈലന്റ് ആയിട്ട് കേൾക്കുന്നു. പറഞ്ഞത് കൂടിപ്പോയി തോന്നുന്നു. സോറി എന്നും പറഞ്ഞ് ചെക്കൻ പോവാൻ നിൽക്കുമ്പം പോഷന്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് പോഷന്റെ ഡ്രസ്സില് യൂണിഫോമിൽ തന്നെ സൈൻ ചെയ്ത് കൊടുക്കാണ്. ആ കോളേജിലേക്ക് പോഷയെ വരാൻ വേണ്ടിയിട്ട് വിഷും കൂടെ ചെയ്തിട്ടാണ് കിമ്മ അവിടുന്ന് പോകുന്നത്. പോർച്ച എത്രത്തോളം ഹാപ്പിയാവെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ നമ്മുടെ പോഷയെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കിന്ന് വരുന്നുണ്ട്. ഈയിടെയായിട്ട് എന്തുകൊണ്ടാ ഞാൻ നിന്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ പിടിക്കപ്പെടുന്നതെന്ന് പോഷ പറയുന്നുണ്ട്. കിന്നാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് എണീക്കാൻ പറയാണ്. അവനും കുറച്ച് ആലോചിച്ച് എണീക്കുന്നുണ്ട്. അപ്പൊ പറയുന്നു ഷർട്ട് അഴിക്കാൻ. ഇല്ലെന്ന് പോഷെ. നീ ആയിട്ട് അഴിക്കുന്നോ അതോ ഞാൻ അഴിച്ചു തരണോ എന്ന് ചോദിക്കാണ്. ചുറ്റൊന്ന് നോക്കിയിട്ട് പോഷെ ഷർട്ട് അഴിക്കുന്നുണ്ട്. കിന്ന് അവന്റെ മുറിവ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഷർട്ട് അഴിക്കാൻ പറഞ്ഞത്. അത് നോക്കിയിട്ട് നാളെ ഒരു ഡയമണ്ട് ഓപ്ഷൻ ഉണ്ട്, നീ ഉറപ്പായിട്ട് അവിടെ ഉണ്ടാവണം എന്ന് പറയാണ്. അപ്പൊ തൻകുന്റെ കൂടെ പോകണ്ടേന്ന് പോടി കടയിട്ടിരിക്കണ്ടേന്ന് ചോദിക്കുന്ന സമയത്ത് നീ വേഗാസിന്റെ കൂടെ ഫുഡ് കഴിച്ചോണ്ട് അവൻ ഭയങ്കര ദേഷ്യത്തിലാണ്, നിന്നെ എനിക്ക് എന്നെ തിരിച്ചു തന്നു എന്നറിയാണ്. അപ്പൊ പോഷ ചോദിക്കാണ് ഇങ്ങനെ തൻകുൻ പോഷേനെ കിന്നിന്റെ അടുത്തേക്ക് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ കിന്ന് പോഷേനെ കൂട്ടൂലായിരുന്നു എന്ന്. അതിന് റിപ്ലൈ കൊടുക്കുന്നത് എല്ലാ ബോഡി ഗാർഡ്സും എനിക്ക് ഒരേപോലെയാണെന്നാണ്. അതും പറഞ്ഞ് കിന്നവിടുന്ന് പോന്നു.
ഇത് കേട്ടിട്ട് ലേശം പോഷ അപ്സെറ്റ് ആയാണ് കാണുള്ളത്. ഇവിടെ കിമ്മ് ചോദിച്ചിട്ട് പോഷന്റെ ഇൻഫർമേഷൻസ് നമ്മുടെ മുടിയൻ കിമ്മിന് കൊണ്ടു കൊടുക്കുന്നുണ്ട്. കാര്യം കഴിഞ്ഞില്ലേ, പിന്നെ ഇതിനെ ഇവിടെ നിൽക്കുന്നതെന്ന് കിമ്മ്. അപ്പോഴാണ് മുടിയൻ അവിടെ നിന്ന് പോകുന്നത്. കിം ആ ഒരു ഇൻഫർമേഷൻസ് എടുത്ത് നോക്കുന്നുണ്ട്. പോഷന്റെയും പോർച്ചന്റെയും ഫോട്ടോസ് അതിലെ കാണുന്നുണ്ട്. അത് രണ്ടുമാണെങ്കിൽ ഒരു ഫോട്ടോന്റെ പുറകിലായിട്ട് ഇവൻ കുറെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് എടുത്തു വെക്കുവാണ്. അങ്ങനെ ഓപ്ഷന് വേണ്ടിയിട്ട് കിന്നും പോഷയും പീറ്റും അടക്കം നമ്മുടെ ബോഡി ഗാർഡ്സ് ഒക്കെ വരുന്നുണ്ട്. കിന്ന അവിടെ ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു. അവിടെ തന്നെ വേഗാസും ഉണ്ട്. നമ്മുടെ പൈമരൊക്കെ ആണെങ്കിൽ ഓരോരോ സ്ഥലം പോയി നോക്കിയിട്ട് ക്ലിയർ ആണോ എന്ന് പറയുവാണ്. ഇതിന്റെ ഇടയ്ക്ക് പോഷയാണെങ്കിൽ ഇത്രയും ആൾക്കാരുണ്ടാവും, ഇത്രയും വലിയ ഇവന്റ് ആണെന്നുണ്ടെങ്കിൽ നിനക്കൊന്ന് നേരത്തെ പറഞ്ഞുവിടായിരുന്നോ, ഞാൻ പെർഫ്യൂം അടിച്ചിട്ട് വരത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് മുടിയൻ. ഈ സമയത്ത് കിന്നിന്റെ അടുത്തേക്ക് വേഗാസ് വന്നിരിക്കുകയാണ്. ഇവർക്ക് പരസ്പരം ഇഷ്ടമല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പോഷ പിന്നെ നിന്റെ അടുത്തേക്ക് എന്നെ വന്നല്ലോ എന്ന് വേഗാസ്. നീ അവരുടെ കൂടെ ഫുഡ് കഴിച്ചതുകൊണ്ട് തൻകുൻ ദേഷ്യത്തിലാണ്, അതുകൊണ്ട് തിരിച്ചെനിക്ക് എന്നെ തന്നു എന്ന് കിന്നു പറയുമ്പം, പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ കേട്ടത്, നീ തൻകുന്റെ അടുത്തുനിന്ന് അവനെ ചോദിച്ച് മേടിച്ചതാണെന്നാണല്ലോ എന്ന് ഒരുമാതിരി കുത്തി സംസാരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കിന്നിന്റെ ഫ്രണ്ട്സ് വരുന്നത്. വേഗാസ് അവിടെ എണീറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ഇവര് ഡ്രിങ്ക്സും കഴിച്ചിരിക്കുമ്പം ഓപ്ഷനും സ്റ്റാർട്ട് ആവുന്നുണ്ട്. 8 മില്യണില് തുടങ്ങിയിട്ട് 15 മില്യണില് ഫിക്സ് ആവുന്നുണ്ട്. ഇതേ സമയത്ത് കിന്നിന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഇന്ന് പോഷനെ കാണാൻ നല്ല ലുക്ക് ആയിട്ടുണ്ടല്ലോ, ഒപ്പേനെ പോലെ ഉണ്ട്, അതുകൊണ്ടാണോ നീ അവനെ തിരിച്ചു മേടിച്ചെന്ന് ചോദിച്ചിരിക്കാണ്. തിരിച്ചു മേടിച്ചെന്നോ? ആര്? ഞാനോ? ഏയ് ഇല്ല, തൻകുനാണ് അവനെ ദേഷ്യം വന്നിട്ട് ഇങ്ങോട്ട് തന്നത് എന്ന് കിന്ന പറയാണ്. പിന്നെ വിശ്വസിച്ചു എന്നുള്ള കണക്കാണ് അവര് നിൽക്കുന്നത്. നീ എന്തിനാ ഫേസ് എപ്പോഴും ഇങ്ങനെ ഉറന്ന് വെച്ചോണ്ടിരിക്കുന്നത്, സ്മൈലി എന്നാ അവര് പറഞ്ഞോണ്ടിരിക്കാണ്. ഞാൻ വല്ലവരുന്നു നിന്റെ ബോഡി ഗാർഡെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ റെസ്പെക്റ്റേ ചെയ്യത്തില്ലെന്ന്. പോഷന്റെ അടുത്തൊന്ന് സ്മൈലി ഇങ്ങനെ ഉറന്ന് വെച്ചോണ്ടിരിക്കല്ലേ എന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ പോഷന്റെ അടുത്താണെങ്കിൽ അവിടെ ബാറിന്റെ അടുത്താണല്ലോ അവൻ നിൽക്കുന്നത്. ഡ്രിങ്ക്സ് ആണോ എന്ന് ചോദിക്കുകയാണ്. ഇവനാണെങ്കിൽ ഡ്രിങ്ക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അടങ്ങിയിരിക്കാൻ പറ്റുമോ? കിന്നിനെ നോക്കുകയാണ്. അപ്പൊ കിന്നിന്റെ അടുത്ത് ഫ്രണ്ട്സ് ആണെങ്കിൽ ഇങ്ങനെ ഉറന്ന് വെച്ചോണ്ടിരിക്കാതെ സ്മൈലി എന്ന് പറഞ്ഞോണ്ടിരിക്കാണ്. ശരിയെന്നും പറഞ്ഞ് ഒന്ന് സ്മൈൽ ചെയ്യുന്നുണ്ട്. വരാത്ത ചെറിയ ഫേസില് വരുത്തിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കാണ്. പോഷയാണെങ്കിലും കിന്നനെ നോക്കുന്നു. എന്നിട്ട് ആ ഒരു ഡ്രിങ്ക്സ് എടുത്ത് നന്നായിട്ടൊന്ന് ചിരിച്ച് അത് കുടിക്കുകയാണ്. കിന്നെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പോഷയെ കുടിച്ചാൽ ലക്കായിട്ട് നേരെ നിൽക്കാൻ പോലും പറ്റാണ്ട് ബാത്റൂമിൽ വരുന്നതാണ്. ആ സമയത്ത് അവനാണെങ്കിൽ ആരെ 2 പേര് വന്ന് പിടിച്ചോണ്ട് പോകുന്നുണ്ട്. കൊണ്ടുപോയിട്ട് ഒരു റൂമില് ബെഡില് ഇടുവാണ്. ഇവിടെ അടുത്ത ഓപ്ഷൻ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഈ ഡയമണ്ട് കിന്നിന്റെ അച്ഛൻ മേടിച്ചിട്ട് തരാൻ പറഞ്ഞതാണ്. ലേലം വിളിക്ക് ആദ്യത്തെ പ്രൈസ് തന്നെ പറയുന്നത് 15 മില്യൺ ആണ്. ആരെങ്കിലും ലേലം വിളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം കിന്നാണ് ആദ്യം വിളിക്കുന്നത്. അതും 30 മില്യന്. കിന്നെ വിളിച്ചാല് വേഗാസ് വെറുതെ ഇരിക്കോ? 35 വിളിക്കാണ്. കിന്നെ 40 ആക്കുന്നു, വേഗാസ് 50 ആക്കുന്നു. അതിൽ കൂടുതൽ കിന്നെ പിന്നെ ഒന്നും നോക്കത്തില്ല, സ്ട്രെയിറ്റ് ആയിട്ട് 100 മില്യൺ പറയാണ്. 15 മില്യണില് തുടങ്ങിയത് 100 മില്യണിലാണ് എത്തി നിൽക്കുന്നത്. ഇവർക്കൊക്കെ മില്യൺ എന്ന് പറയുന്നത് 100 കണക്കാൻ തോന്നുന്നു. നമ്മളൊക്കെ ഇവിടെ 1000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന പാടേ. വേഗാസും വായടച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പയ്യന്മാര് പോഷേനെ അന്വേഷിക്കുന്നത്. നോക്കുമ്പം കാണുന്നില്ലല്ലോ. എല്ലാരും ഇവിടെ ടെൻഷനായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചെക്കൻ, അതായത് കിന്ന് സ്പീച്ച് കൊടുക്കുകയാണ്. ഇതിനിടയ്ക്കാണ് അവനും ശ്രദ്ധിക്കുന്നത് പോഷേനെ അവിടെ കാണുന്നില്ലെന്ന്. ഇവരും തപ്പം കണ്ടിട്ട് ചെക്കനാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന സ്പീച്ച് രണ്ടാമത്തെ സെന്റൻസ് പാതി ആയപ്പോഴേക്കും തന്നെ പോവാണ്. ടെൻഷനായിട്ട് ബോഡി ഗാർഡ്സിനെയും കൂട്ടിയിട്ട് നേരെ ബാത്റൂമിൽ പോയി നോക്കുമ്പം പോഷേന്റെ കോട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇവര് CCTV ഒക്കെ നോക്കി അന്വേഷിച്ച് നേരെ പോവാണ്. കിന്നൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടാണുള്ളത്. ഇവിടെ പോഷേന്റെ അടുത്തുള്ളത് വേഗാസ് ആണ്. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഹേർട്ട് ചെയ്യത്തൊന്നുമില്ല, എനിക്ക് ജസ്റ്റ് കിന്നിനെ ഒന്ന് നന്നായിട്ട് ദേഷ്യം പിടിപ്പിച്ചാൽ മാത്രം മതി എന്നൊക്കെ സംസാരിച്ച് വേഗാസ് ആണെങ്കിൽ പോഷേനെ കിസ് ചെയ്യാണ്. ഇവനിങ്ങനെ മിസ്ബിഹേവ് ചെയ്യുന്ന സമയത്ത് പോഷയ്ക്കാണെങ്കിൽ എണീക്കാൻ പോലും പറ്റുന്നില്ല. എന്നാലും വേഗാസിന്റെ തലക്കിട്ട് തന്നെ അവന്റെ തല വെച്ചിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ദേഷ്യം വന്ന് വേഗാസ് പിന്നെയും പോഷന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് വേഗാസിന്റെ ആള് വന്നിട്ട് പറയുന്നത് കിന്നെ വരുന്നുണ്ട് എന്ന്. അപ്പൊ തന്നെ വേഗാസ് അവിടുന്ന് പോകുന്നുണ്ട്. കിന്ന് വന്ന് നോക്കുമ്പം പോഷ ഇങ്ങനെ കിടക്കുന്നല്ലേ കാണുന്നേ. നേരെ കിടത്തുന്നുണ്ട്. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ബാക്കിയുള്ളവർ പോയിട്ട് ചെക്ക് ചെയ്ത് വന്നിട്ട് ആരും ഇല്ലെന്ന് പറയുന്നുണ്ട്. ഇന്ന് നൈറ്റ് തന്നെ അത് ആരാ ചെയ്തെന്ന് എനിക്ക് അറിയണം, കണ്ടുപിടിച്ചിട്ട് വരണമെന്ന് കിന്നെ 2 പേരെ പറഞ്ഞു വിടുന്നുണ്ട്. കിന്നിന്റെ അടുത്ത് പൊക്കോ, ഞങ്ങള് പോഷനെ നോക്കിക്കൊള്ളാന്ന് അവര് പറയുന്നുണ്ട്. പക്ഷെ കിന്ന അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. കിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ട് പോഷനെ എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ ആണോ, നിനക്ക് നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എണിച്ച് ഇരുത്തിക്കുന്നുണ്ട്. പീറ്റും കുപ്പിയും പറയുന്നുണ്ട് ഞങ്ങൾ നോക്കിക്കൊള്ളാം, കിന്ന പൊക്കോന്ന്.
ഈ സമയത്ത് പോഷയാണെങ്കിൽ അവന്മാരുടെ വീത്ത വാള് വെക്കുവാണ്. ഇനിയിപ്പൊ ഷർദിലും കൂടെ കിന്നെ നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പീറ്റൊക്കെ പറയുന്നുണ്ട് കിന്നിന്റെ അടുത്ത് പൊക്കോളാൻ. പക്ഷെ കിന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേന്ന്. അപ്പൊ അവന്മാര് പറഞ്ഞ് പോകുന്നുണ്ട്. കിന്ന് പോഷന്റെ ഡ്രസ്സ് അഴിക്കുകയാണ്, എന്റെ നേരെ കുളിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് പോഷയാണെങ്കിൽ എന്തിനാ എന്റെ ഡ്രസ്സ് അഴിച്ചേന്ന് ചോദിക്കാണ്. നീ ആദ്യമായി കുളിക്കുക എന്നിട്ട് ഉറങ്ങാൻ നോക്കുന്ന് കിന്ന്. ഓ നിനക്ക് എന്നെ നേക്കഡായിട്ട് കാണണോന്ന് ചോദിച്ച് പോഷെ. നീ ഫുള്ള് വൊമിറ്റ് ചെയ്തിട്ട് ഇരിക്കാണ്, പോയിട്ട് കുളിക്കീന്ന് കിന്ന്. ഇവനാണേല് നേരെ വിൻഡോന്റെ അടുത്ത് പോയിട്ട് ഓ എന്തോ ഭംഗിയാണെന്ന് പറഞ്ഞാൽ നോക്കിന്ന് ആ ഗ്ലാസ്സിലൊക്കെ പിടിച്ച് കുഞ്ഞു പിള്ളേരെ പോലെ കളിച്ചോണ്ടിരിക്കാണ്. അതിന്റെ ഇടയ്ക്ക് വീഴാൻ പോകുമ്പം കിന്ന് പോയിട്ട് പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് പോഷെ ചോദിക്കാണ് നിനക്ക് എന്നെ ഇഷ്ടമല്ലേന്ന്. എന്റെ ടൈപ്പ് നീയല്ല, നൈസായിട്ടുള്ളവരാണെന്ന് കിന്ന്. അങ്ങനെയാണോന്ന് ചോദിച്ച് പോഷയാണെങ്കിൽ കിന്നിന്റെ വേണ്ടപ്പെട്ട സ്ഥലത്ത് പിടിക്കുകയാണ്. അവിടുന്ന് കൈതട്ടി മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണോ ചക്കര എണീക്കാത്ത, നിനക്ക് ദേഷ്യാണോ എന്നൊക്കെ പോഷ ചോദിക്കുന്നുണ്ട്. എന്നാ പിന്നെ എന്റേത് പിടിച്ചോന്നും പറഞ്ഞ് കൈകൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കിന്ന് ഒരു വിധത്തിലാണ് അതൊക്കെ ഒന്ന് എടുക്കുന്നത്. പോഷയാണെങ്കിൽ കിന്നിന്റെ മേത്തേക്ക് കടക്കുവാണ്. എന്നിട്ട് നേരെ നിൽക്കുന്ന സമയത്ത് കിന്ന് പോഷനെ കിസ് ചെയ്യാണ്. വേണ്ട ശരിയാവില്ല എന്നണക്ക് അവനെ തന്നെ നിയന്ത്രിച്ച് നിൽക്കുന്ന സമയത്ത് പോഷയാണെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഞാൻ കാണിച്ചിരാന്ന് പറഞ്ഞ് കിന്നിനെ പിടിച്ച് കിസ് ചെയ്യാണ്. അപ്പോഴും തന്നെ നിയന്ത്രിച്ചുകൊണ്ട് കിന്ന് മാറി നിൽക്കുന്നു. കിന്നിന്റെ ചക്കനെ പിടിച്ചിട്ട് കണ്ടോ ഇപ്പൊ എണീറ്റോ, ഇപ്പൊ എനിക്ക് ഉറപ്പായി നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ് പോഷ്. ഞാൻ എന്താ ഒരു നാളില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. എനിക്ക് എന്ത് പ്രത്യേകിച്ച് നാണൊന്നുമില്ല. യൂട്യൂബ് സ്ട്രൈക്ക് തരാതിരുന്നാ മതിയായിരുന്നു. ഇത്രയൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റൂന്നുള്ള രീതിക്ക് കിന്നാണെങ്കിൽ ആ പോഷനെ കിസ് ചെയ്യുന്നു. അങ്ങനെ പയ്യന്മാര് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന ഇതേ സമയത്ത് ഇവിടെ വേഗാസ് പോഷയിന്ന് അവന്റെ മണ്ടയ്ക്ക് അടിച്ചില്ലായിരുന്നോ, ആ ഒരു കാര്യം ആലോചിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരുമാതിരി വല്ലാത്ത രീതിക്കാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ ഇവൻ എന്താണോ എന്തോ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എന്തായാലും ഈ ഒരു സീനും കാണിച്ചുകൊണ്ട് 4ാമത്തെ എപ്പിസോഡും കഴിയുന്നുണ്ട്.